സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ആലുവയിൽ 3 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രധാന പ്രതികളെ ഇനിയും പിടികൂടാനായില്ല. തിരുവനന്തപുരം സ്വദേശികളാണ് പ്രതികളെന്ന സൂചനയുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ ഇവർക്ക് വാഹനം വാടകയ്ക്കെടുത്ത് നൽകിയ ഒരാളെ ഇന്നലെ പിടികൂടിയിരുന്നു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 2 പ്രതികളും റിമാൻഡിലാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കാറിലെത്തിയ സംഘം 3 യുവാക്കളെ ആലുവയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി, ഈ സംഭവം നടന്നിട്ടിപ്പോൾ 3 ദിവസമാകുന്നു. തട്ടിക്കൊണ്ടുപോയ സംഘം, തട്ടിക്കൊണ്ടുപോയവർ തിരുവനന്തപുരം സ്വദേശികളാണെന്ന സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടാണ് ഇതിന് പിന്നിലെന്ന വിവരങ്ങളും സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആരെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ഇത്രയും ദിവസമായിട്ടും ഒരു പരാതി പോലും പോലീസിന് മുന്നിൽ എത്തിയിട്ടില്ലേ? ഇതുവരെയും ഈ സംഭവം ഞായറാഴ്ചയാണ് നടന്നത്. ഞായറാഴ്ച രാവിലെ 7 മണിക്കാണ് ആലുവയിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും 3 യുവാക്കളെ ഒരു സംഘം, 4 പേരടങ്ങുന്ന സംഘം ഇന്നോവ കാറിൽ തട്ടിക്കൊണ്ടുപോയത്. ഇത് ഇത്ര ദിവസമായിട്ടും പോലീസിന് ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ അല്ലെങ്കിൽ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ ഇതുവരേക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം അനുസരിച്ച് ഈ ഇരയാക്കപ്പെട്ടവരും ഈ തട്ടിക്കൊണ്ടുപോയവരും തമ്മിലൊരു ധാരണയിലെത്തിക്കാണും. കാരണം ഒരു സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തർക്കമാകാം ഇവരെ ഇതിലേക്കൊക്കെ പ്രേരിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിലൊരു ധാരണയാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇതുവരേക്കും ഈ ഒരു പരാതി ഒന്നും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടാത്തത്. 3 പേരെ തട്ടിക്കൊണ്ടുപോയെങ്കിൽ സ്വാഭാവികമായും ഒരു പരാതി കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും പോലീസ് സ്റ്റേഷനുകൾ ഒന്നും തന്നെ ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിൽ ഈ കേസിൽ ധാരണയായിട്ടുണ്ടാകും. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് തമ്മിൽ ഒരു ധാരണ ഉണ്ടായി കാണും എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എത്തുന്നത്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് 3 പേരാണ്. അതിന്റെ 3 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിലൊന്ന് മുഹമ്മദ് റഹ്മാൻ, 2 അൻവർ, 3 മാഹിനെയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അല്പസമയത്തിന് മുൻപിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇവർ 3 പേരുമാകട്ടെ ഈ ഇന്നോവ കാർ വാടകയ്ക്കെടുത്ത SI, അതായത് പത്തനംതിട്ട AR ക്യാമ്പിലെ ASI സുരേഷിൽ നിന്നും വാടകയ്ക്കെടുത്ത ആളുകളാണ്. സുരേഷ് തന്നെ മറ്റൊരാളിൽ നിന്നാണ് ഈ വാഹനം വാടകയ്ക്കെടുത്തത്. അത് കൈമാറിയാണ് ഇവർ 3 പേരിലേക്കും എത്തുന്നത്. ഈ കാർ എടുത്തവരെ മാത്രമേ ഇതുവരേക്കും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ പോലീസ് പറയുന്നത് ഇവരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഇവരാണ് പ്രതികൾക്ക് ഈ കാർ കൈമാറിയതെന്നുള്ളൊരു വിഷയമാണ് പോലീസ് പറയുന്നത്. എങ്കിൽ പോലും ഇതുവരേക്കും തട്ടിക്കൊണ്ടുപോയ സംഘത്തെ, പ്രതികളെ ഒന്നും പിടികൂടാൻ പറ്റാത്തത് പോലീസിന് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കമുള്ള പരിശോധന നടത്തിയിട്ട് പോലും പ്രതികളെ ഇതുവരേക്കും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഇന്നോവ കാർ ഉപേക്ഷിച്ചത് ഒരു റോഡ് അവസാനിക്കുന്ന ഇടത്താണ്. അതിൽ നിന്നും പ്രതികൾ രക്ഷപ്പെട്ടു. പ്രതികൾക്കൊപ്പം ഈ ഇരയാക്കപ്പെട്ട ഈ തട്ടിക്കൊണ്ടുപോയവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഇവരുടെ കൂടെ തന്നെയാണ് രക്ഷപ്പെട്ടത്. അതാണ് പോലീസിന്റെ ആദ്യത്തെ സംശയം. ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയ ആണെങ്കിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായും ഇവർ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിരിക്കും നോക്കുക. സമീപ പ്രദേശത്ത് ആർക്കും തന്നെ ഈ ഒരു സംഭവത്തിൽ അവിടെ ഒരു അടിപിടി നടന്നതായോ അല്ലെങ്കിൽ വാക്കുതർക്കം നടന്നതായോ ഓടി രക്ഷപ്പെടുന്നതായോ ഒന്നും. പക്ഷേ നവമി, അങ്ങനെ ഒരു രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ ഇവർ തട്ടിക്കൊണ്ടുപോയവർ എവിടെയാണെന്നൊരു വിവരങ്ങൾ പോലീസിന് ലഭ്യമാകേണ്ടതല്ലേ? ഇത്രയും ദിവസമായി ഈ പ്രതികൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടുവെങ്കിൽ തട്ടിക്കൊണ്ടുപോയവർ പോലീസിന് മുൻപാകെ എത്തേണ്ടതായിരിക്കാം. അതല്ലെങ്കിൽ പോലീസ്, നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പരിശോധിച്ചതാണ്. പോലീസ് ഈ 2 സംഘങ്ങളും തമ്മിലൊരു സെറ്റിൽമെന്റ്, അതല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരു കൊട്ടേഷൻ സംഘമായിരിക്കുമോ? തിരുവനന്തപുരം സ്വദേശികളാണ് തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നു. അതൊരു കൊട്ടേഷൻ ആയിരിക്കുമോ? അതോ ഈ പണം നൽകിയതുമായി ബന്ധപ്പെട്ട, പണമിടപാടുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള ഒരു കുടിപ്പകയോ അതല്ലെങ്കിൽ അതിന്റെ പ്രതികാര നടപടിയോ അങ്ങനെ എന്തെങ്കിലും ആകാനുള്ള സാധ്യതയാണോ പോലീസ് പരിശോധിക്കുന്നത്? പോലീസ് ഈ ഒരു ധാരണയിൽ എത്തിക്കാണുമെന്ന് ഇവർ പറയുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരേക്കും ഈ തട്ടിക്കൊണ്ടുപോയവരെ സംബന്ധിച്ചിട്ടുള്ളൊരു പരാതി ഇതുവരേക്കും
ഒരു പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ആദ്യം ദൃക്സാക്ഷി പറയുന്നു ഒരാളെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന്. പക്ഷെ പിന്നീടുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് 3 പേരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് മനസ്സിലാകുന്നത്. പക്ഷെ ഇതുവരേക്കും അവരെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു മിസ്സിംഗ് കേസുകളൊന്നും തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് പോലീസ് ആ ഒരു നിഗമനത്തിൽ എത്തുന്നത്. എങ്കിൽ പോലും ഇവരെ ഏതെങ്കിലും തരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ, കൊട്ടേഷൻ സംഘമാണെങ്കിൽ പോലും ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ ഒക്കെ ഇതിനോടകം വിവരം അറിയിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അത് ഇനി എങ്ങനെയാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്, അത് അവരിപ്പോഴും ഒളിവിൽ തന്നെയാണോ എന്നുള്ള കാര്യത്തിലാണ് പോലീസിന് ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്തത്. എന്തായാലും ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഒരു ജ്യൂസ് കടയിൽ കയറി ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഓട്ടോയിൽ കയറി, ആദ്യം ഓട്ടോയിൽ കയറിയാണ് ഇവർ രക്ഷപ്പെട്ടത്. പിന്നീട് ഒരു ജ്യൂസ് കടയിലെത്തി. ഇവിടെ രണ്ടിടത്തും ഇവർ പൈസ കൊടുത്തത് ഗൂഗിൾ പേ വഴിയാണ്. അതുകൊണ്ട് അവിടുത്തെ അതിന്റെ UPI കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നത്. ആ ബാങ്ക് ഇടപാടുകൾ അവിടെ അനധികൃതമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു പൈസ വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത് പ്രതികളിലേക്കോ അല്ലെങ്കിൽ ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നുള്ള കണ്ടെത്തലിലേക്കോ പോലീസിനെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പറയുന്നത് ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കി കാണുമെന്ന്. കാരണം അതായത് ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഞായറാഴ്ച ഇതേപോലെ ആലുവയിൽ നിന്നും ഒരു ആലപ്പുഴ സ്വദേശിയെ, കരുനാഗപ്പള്ളി സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പിന്നീട് ആലപ്പുഴയിൽ നിന്നും ഈ യുവാവിനെ കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ തട്ടിക്കൊണ്ടുപോയ ആൾക്ക് ഇതിൽ പരാതിയില്ല എന്നുള്ള ഒരു കാരണം വ്യക്തമാകുന്നത്. അത് പിന്നീട് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു ഇത് ഈ അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള എന്തോ സാമ്പത്തിക ഇടപാടാണെന്ന്. പക്ഷേ പരാതിക്കാരൻ ഇതിൽ പിന്നെ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള പറഞ്ഞ സ്ഥിതിക്ക് പോലീസിന് ആ അന്വേഷണം വഴിയിൽ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. അതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. കാരണം ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടോ, പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാട്, ഹവാല ഇടപാടുകൾ, അതല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ വരുമ്പോഴാണ് സാധാരണ ഇത്തരം തട്ടിക്കൊണ്ടുപോകലൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ പരാതിക്കാർ അതല്ലെങ്കിൽ ഇരകൾ പരാതിയുമായി മുന്നോട്ട് പോകാറില്ല. പക്ഷേ നമ്മളിന്ന് ഈ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ സമാനമായ തട്ടിക്കൊണ്ടുപോകൽ, അതായത് ഈ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുടുംബയുടെ പേരിലുമുള്ള തട്ടിക്കൊണ്ടുപോകലും അത് പിന്നീട് നിരവധി യുവാക്കളുടെ ജീവനെടുത്ത സംഭവങ്ങളൊക്കെ കേരളം കണ്ടതാണ്. അത്തരമൊരു സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? കാരണം ഇതുവരെയും തട്ടിക്കൊണ്ടുപോയത് ആരെയാണ് എന്നതൊന്നും ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ അതിനപ്പുറം ഒരു കടുങ്കയിലേക്ക്, അതല്ലെങ്കിൽ ഒരു കൊലപാതക സാധ്യത, ഈ തട്ടിക്കൊണ്ടുപോയവരെ അപായപ്പെടുത്താനുള്ള സാധ്യതയിലേക്കും പോലീസിന്റെ അന്വേഷണം പോകുന്നുണ്ടോ? ആ ഒരു രീതിയിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യം, അല്ലെ നമ്മൾ ഇതിനു മുൻപ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പല തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകലുകൾ, അതും ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ കുഴൽപ്പണവേട്ട, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെയൊക്കെ ഒരാളെ തട്ടിക്കൊണ്ടുപോയാൽ ഒരു പരാതി പോലീസിന് മുന്നിലെത്തും. താൻ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ പോലീസിന്റെ മുൻപിൽ പരാതിയുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ 3 ദിവസം കഴിയുന്നു. അതായത് ഞായറാഴ്ച സംഭവം നടന്നു, ഇന്ന് വരെ എത്തുമ്പോഴേക്കും ബുധനാഴ്ച 3 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് ഈ ഒരു വിഷയത്തിൽ പരാതി ലഭിക്കാത്തതാണ് ഒരു തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആ രീതിയിൽ സംശയിക്കുന്നത്. പരാതി ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് ഒന്നുകിൽ ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടായി കാണും, അല്ല എന്നുണ്ടെങ്കിൽ ഈ ധാരണയ്ക്കുണ്ടായ കാരണം ഒരു സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ്. ഈ സാമ്പത്തിക ബന്ധം തന്നെയാണ് ഇവരെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പ്രകോപിപ്പിച്ചത്. അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്, സ്വർണ്ണക്കടത്ത് സംഘം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും 4 അംഗ സംഘമായി തിരിഞ്ഞാണ് ആലുവ പോലീസ് 4 അംഗ സംഘമായി തിരിഞ്ഞാണ് ഈ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലുവ കേന്ദ്രീകരിച്ച്, അതോടൊപ്പം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്, ഒപ്പം മറ്റ് 2 രണ്ടിടങ്ങളിൽ കൂടി പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇതിന്റെ ഉള്ള ഒരു പടിയായി തന്നെയാണ് ആദ്യത്തെ 2 പേരുടെ അറസ്റ്റും ഒപ്പം ഇന്നലെ അറസ്റ്റ് ചെയ്ത വ്യക്തിയും. പക്ഷെ ഇവരിൽ നിന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. ഇവർ കൈമാറി, ഈ കാറ് വാടകയ്ക്കെടുത്ത് മറ്റൊരാളിലേക്ക് കൈമാറിപ്പോയി എന്നതിലപ്പുറത്തേക്ക് ഇവർക്കും കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല. ആരെ തട്ടിക്കൊണ്ടു പോകാനാണ് ഈ വാഹനം, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വാഹനം
വാടകയ്ക്കെടുത്തത് എന്നുള്ളത് ഈ കസ്റ്റഡിയിലുള്ളവർക്കും അറിയില്ല. അത് തന്നെയാണ് പോലീസിന്റെ വെല്ലുവിളിയും. എങ്കിൽ പോലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ പത്തനംതിട്ടയിലെ AR ക്യാമ്പിലെ ASI സുരേഷ് ബാബുവിനെതിരെ ഒരു അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ സുരേഷ് ബാബു ആണ് ആദ്യം ഈ കാറ് വാടകയ്ക്ക് എടുക്കുന്നത്. അതൊരു പേഴ്സണൽ ആവശ്യത്തിന് ശേഷം പിന്നീട് മറ്റൊരാൾക്കായി കൊടുത്തു എന്ന് പറയുമ്പോൾ പോലും ഈ കാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം ഈ ASIയിലും നിൽക്കുന്നുണ്ട്. ASIയും വിശദമായി മൊഴി എടുത്തിട്ടുണ്ട് പോലീസ്. അതും ASIനെയും സംശയ നിഴലിലാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും പ്രതികളെയും ഈ തീർച്ചയായും നവമി ദിനേശ് സൂചിപ്പിക്കുന്ന പോലെ ആലുവയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. പ്രതികളെക്കുറിച്ചും തട്ടിക്കൊണ്ടുപോയവരെക്കുറിച്ചും യാതൊരു സൂചനകളുമില്ല. അതിനിടെ മൂന്നാമത്തെ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്.